ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു 3D ടൈപ്പ് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് മോഷനിലാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. നമുക്ക് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതലല്ല. சாமியே நான் தானே தெரியுமா, அதுவும் உனக்கு புரியுமா. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലൊരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതാണ് ഈ പ്രൊജക്റ്റ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഇതിനകത്തൊരു ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് ആണിത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യാവുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് 14-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ. പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്ലേ ലിങ്ക് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെയൊക്കെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്പം നമുക്ക് ഈ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടെ ആരുടെങ്കിലും ഫോട്ടോ എങ്ങാണ്ട് ചെയ്യേണ്ടത് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ആ സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്കിത് 3Dയിലോട്ട് കൺവേർട്ട് ആകത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 3Dയിൽ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3Dയിലായിരിക്കും എക്സ്പോർട്ട് ആകുന്നത്. കാണാൻ വേണ്ടിയാണ് നമ്മൾ ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നോർമൽ അയക്കുന്ന ഫോട്ടോ PNG ആക്കാനായിട്ടാണ്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ ഗാലറി ചെല്ലുന്നതാണ്. ഗാലറി ചെന്ന ശേഷം നിങ്ങൾ നോർമൽ അയക്കുന്നൊരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണാൻ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ മാജിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നെറ്റ് ഓൺ ആക്കിയിരിക്കണം. നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം മുകളിൽ കാണുന്ന സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഈ ഫോട്ടോ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 6 ഫോട്ടോസുകൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. 6 ഫോട്ടോ മാത്രം മതി നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് 6 ഫോട്ടോയും നിങ്ങൾ ഇതുപോലെ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത ശേഷം വേണം നമ്മുടെ ഫുൾ പ്രൊജക്റ്റിന് ടേബിൾ ഓപ്പൺ ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ഫോട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് വെക്കുക. ഞാൻ 2 ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ. 6 ഫോട്ടോസുകൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്യാമറ ലെയറിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് 6 ഫോട്ടോസുകൾ കൊടുക്കുന്ന റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ക്യാമറ ലെയർ എന്ന് പറഞ്ഞ് ആ റെഡ് ലൈൻ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന 6 ഫോട്ടോസുകൾ. അത് കറക്റ്റായിട്ട് ഈ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ ആ ഫോട്ടോ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗാലറി ചെല്ലാൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ സെലക്ട് ചെയ്യുക, മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. 3 ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതിനകത്ത് ഈ സെൻറ്ററിൽ കാണുന്ന ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം കൊടുക്കുക. ബാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയ്ക്ക് ഷേപ്പിൽ വ്യത്യാസം വരുന്നതായിരിക്കും. ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫോട്ടോയും സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നോക്കുക ഫിറ്റ് തന്നെയാണോ നോക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതുപോലെ ഫോട്ടോ നിങ്ങൾ മുകളിൽ നോക്കരുത്, താഴത്തെ ലെയറിൽ നോക്കിയിട്ട് ആ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിലൊക്കെ നമുക്ക് 3Dയിലോട്ട് ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഫോട്ടോയുടെ ടൈമും ഒക്കെ ചേഞ്ച് ചെയ്തായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് താഴെ നിങ്ങൾ ഫോട്ടോ മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം ഫിറ്റാണെന്ന് നോക്കുക. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. താഴെ ലെയറിൽ മാത്രം നോക്കുക. നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ തന്നെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. മുകളിലത്തെ വീഡിയോ പ്രിവ്യൂ മുകളിൽ കാണുന്നുണ്ടല്ലോ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് നിങ്ങൾ ഈ ഫോട്ടോ ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത ശേഷം ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത ശേഷം പ്ലേ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ അങ്ങനെ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ വീഡിയോ ലഭിക്കത്തുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത്
അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നത് നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും അവിടെ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് തന്നെ വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത്രയും മാത്രം കൊടുത്താൽ മതി. സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിന് മെസ്സേജ് അയയ്ക്കുക. വീഡിയോ സേവ് ചെയ്യുന്ന എങ്ങനെ പറഞ്ഞുതരാം. HD ക്വാളിറ്റി. അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ഫുൾ HD സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.